friends. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഡിഷ് ഒരു ഉപ്പുമാവാണ്. അത് ഉപ്പുമാവ് നമ്മൾ സാധാരണ റവ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കോൺഫ്ലെക്സ് വെച്ചിട്ടാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഗ്രെറ്റ എന്നാണ് അവളുടെ പേര്. എൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരിക്കൽ അവൾ പോസ്റ്റ് ചെയ്തതാണ് ഈ റെസിപ്പി. അപ്പം ഞാൻ ചോദിച്ചത് കൊള്ളാലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പിയുടെ ഫുൾ ക്രെഡിറ്റ് പോകുന്ന അവൾക്കാണ് കേട്ടോ. ഗ്രെറ്റ, നിനക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. അപ്പം എങ്ങനെയാണ് ഈ കോൺഫ്ലെക്സ് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യാം. ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വേപ്പിലയും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം, ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് കോൺഫ്ലെക്സ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 to 3 മിനിറ്റ്സ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇപ്പം നമ്മുടെ കോൺഫ്ലെക്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക് ചെയ്യരുത്, അപ്പോൾ ഒരു ക്രിസ്പിനെസ് പോവും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി കോൺഫ്ലെക്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.